ഉക്രൈന്റെ തലസ്ഥാനമായ കീവിന് മേൽ റഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ ആക്രമണങ്ങളിൽ ഒന്ന് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇതുവരെ ഒട്ടനവധി ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളുമാണ് ഉക്രൈൻ തലസ്ഥാന നഗരിയെ ലക്ഷ്യമാക്കി റഷ്യ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയേണ്ടത് സിർക്കോൺ, കിൻസാൽ തുടങ്ങിയ അതിവേഗ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് റഷ്യ ഈ വൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ഉക്രൈന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഏറെ ദൗർഭാഗ്യകരമായ കാര്യം എന്തെന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവിടുത്തെ പ്രശസ്തമായ പല ദേവാലയങ്ങൾക്ക് നേരെയും റഷ്യൻ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ചരിത്ര സ്മാരകങ്ങൾക്കും ഈ ആക്രമണത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഉക്രൈൻ ഔദ്യോഗികമായി ആരോപിക്കുന്നത്. എന്നാൽ ഉക്രൈന്റെ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് റഷ്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് തെളിവെന്നോണം ചില വീഡിയോ ദൃശ്യങ്ങളും റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട്. റഷ്യയുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈൻ തൊടുത്തുവിട്ട പാട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലക്ഷ്യം തെറ്റി വീണതാണ് ഈ ചരിത്ര സ്മാരകങ്ങൾ തകരാൻ കാരണമായതെന്നാണ് റഷ്യയുടെ വാദം. ഈ നാശനഷ്ടങ്ങളിൽ തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നവർ വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഇരു രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ തുടരുമ്പോൾ യുദ്ധക്കളത്തിൽ ഉക്രൈനെതിരെ റഷ്യ തങ്ങളുടെ ആക്രമണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. ഇറാൻ യുദ്ധം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും ഒന്നിച്ച് ആ 14 പോയിന്റ്സ് ഫ്രെയിംവർക്ക് അംഗീകരിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ പല മേഖലകളിലും ഇറാൻ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ ഇത് കാരണമാകും. ഇനി അടുത്തതായി ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: റഷ്യ ഉക്രൈൻ യുദ്ധം ഇനി എന്ന് അവസാനിക്കും? കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങിയ ഇറാൻ വിഷയം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനായുള്ള ജോലികളും തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ 4 വർഷം പിന്നിട്ടിട്ടും ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെയിരിക്കെ ഇതെപ്പോഴാണ് അവസാനിക്കുക? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം സാമ്പത്തിക നഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കിയ മറ്റൊരു യുദ്ധമില്ല. ആ രീതിയിലേക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം മാറിക്കഴിഞ്ഞു. അതുമാത്രമല്ല, യൂറോപ്യൻ ഭൂഖണ്ഡത്തെ ആകെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ യുദ്ധമായി ഇത് വളർന്നിരിക്കുകയാണ്. ഒരു ആണവ യുദ്ധത്തിലേക്ക് ഇത് പോകില്ലെന്ന് പറയുമ്പോഴും റഷ്യയും നാറ്റോയും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് തൊട്ടടുത്ത് കൊണ്ടെത്തിക്കാൻ ഈ ഉക്രൈൻ യുദ്ധത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതൊന്ന് അവസാനിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് സംസാരിച്ച വിവരം പുറത്തുവരുന്നത്. പുടിന്റെ ജന്മദിനത്തിൽ നടത്തിയ ആ ചർച്ചകൾ പിന്നീട് ഇരു രാജ്യങ്ങളിലെയും ഉയർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളിലേക്ക് വരെ നീണ്ടതായും പറയപ്പെടുന്നു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ താൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉറപ്പ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ ഉറപ്പുകൾക്ക് ശേഷവും റഷ്യ സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നോ എന്ന് നോക്കിയാൽ അവർ ഉക്രൈനെ ഭ്രാന്തമായ രീതിയിൽ കൂടുതൽ ശക്തമായി ആക്രമിക്കാനാണ് തുടങ്ങിയത്. ഞാൻ മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: എപ്പോഴാണോ ഉക്രൈൻ റഷ്യക്കെതിരെ, അതായത് മോസ്കോയെ ലക്ഷ്യമാക്കി ഡ്രോണുകൾ അയക്കാൻ തുടങ്ങിയത്, എപ്പോഴാണോ ആ ഡ്രോണുകൾ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച്, അതായത് അവസാനത്തെ ആ ഔട്ടർ റിംഗ് റോഡ് വരെ എത്തിയത്, അന്ന് മുതൽ റഷ്യയുടെ ആക്രമണ ശൈലി ഒരു സ്ട്രൈക്കിംഗ് പാറ്റേൺ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. അന്ന് പലരും ഇത് വിശ്വസിച്ചില്ലെങ്കിലും അതിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കീവ് നഗരത്തിന് നേരെ റഷ്യ സാധാരണയായി നടത്തുന്ന ആക്രമണങ്ങളിൽ മിസൈലുകളുടെ എണ്ണം പരമാവധി 20-ൽ താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് ഡീകോയ് മിസൈലുകൾ ഉൾപ്പെടെ 18 എണ്ണമായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തെ യുദ്ധത്തിനിടയിൽ കീവിന് നേരെ പ്രയോഗിച്ച ഏറ്റവും ഉയർന്ന മിസൈൽ നിരക്കും ഇതായിരുന്നു. ഡ്രോണുകളാണ് അവർ സാധാരണയായി കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ മിസൈൽ ആക്രമണങ്ങൾ നോക്കുകയാണെങ്കിൽ 30 മിസൈലുകൾ വരെയാണ് ഒരേ സമയം പ്രയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ റഷ്യ 30ഓളം മിസൈലുകളാണ് ഉക്രൈൻ മേൽ തൊടുത്തുവിട്ടത്. ഇതിൽ ഭൂരിഭാഗവും റഷ്യ ഇപ്പോൾ അത്യാധുനികമായി നവീകരിച്ച ഇസ്കാൻഡർ M വേരിയന്റ് മിസൈലുകളായിരുന്നു. ഇതിനൊപ്പം 5 കിൻസാൽ ഹൈപ്പർസോണിക് മിസൈലുകളും പ്രയോഗിച്ചതായി പറയപ്പെടുന്നു. ബാക്കിയുള്ളവയിൽ ചില എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളും സിർക്കോൺ പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട്. ഡ്രോണുകളുടെ കാര്യമെടുത്താൽ ഇന്നലെ രാത്രി മുതൽ ഇതുവരെയായി 280-ലധികം ഡ്രോണുകളാണ് റഷ്യ ഉക്രൈൻ നേരെ ഒരൊറ്റ ദിവസം കൊണ്ട് തൊടുത്തുവിട്ടത്. ഇത് ഉക്രൈൻ ഉണ്ടാക്കുന്ന പ്രതിസന്ധി എന്തെന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം മൊത്തം 48-ലധികം ആളുകൾക്ക് ഇതിനോടകം പരിക്കേറ്റിട്ടുണ്ട്. കീവിൽ മാത്രം 11 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ഒരൊറ്റ ദിവസത്തെ സാധാരണക്കാരുടെ മരണസംഖ്യ അതെടുത്ത് നോക്കിയാൽ ഉക്രൈനെ സംബന്ധിച്ച്, അതും അവരുടെ തലസ്ഥാന നഗരിയിൽ മാത്രം, ഇത് വളരെ വലിയൊരു സംഖ്യയാണ്. ഇതിനു പുറമെ ഉക്രൈന്റെ ചില പ്രധാന കമാൻഡ് സെന്ററുകൾ, സർക്കാർ ഓഫീസുകൾ എന്നിവ ഉൾപ്പെടെ 15ഓളം സ്ഥലങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. കൂടാതെ ഉക്രൈനിലെ ഏറ്റവും പഴക്കമേറിയ ദേവാലയങ്ങളായ ഡോർമിറ്റൻ കത്തീഡ്രൽ, പെചെക്സ് ലാവ്ര
തുടങ്ങിയ പ്രശസ്തമായ സമുച്ചയങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യത്തിന് നേരെ യുദ്ധം ചെയ്യുമ്പോൾ ഇത്തരം സാംസ്കാരിക ആരാധനാ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ആരാധനാലയങ്ങൾക്കും ഒരു രാജ്യത്തിന്റെ പാരമ്പര്യത്തെ പ്രതിഫലിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾക്കും നേരെ ആക്രമണം നടത്തരുത് എന്ന നിയമം നിലനിൽക്കെയാണ് റഷ്യയുടെ ഈ ഒരു നടപടി. ഇതിനെതിരെ ഉക്രൈൻ ശക്തമായ അപലപനം രേഖപ്പെടുത്തുക മാത്രമല്ല, ഉക്രൈനിലെ സർക്കാർ അനുകൂലികളും സാധാരണക്കാരുമായ നിരവധി ആളുകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ക്രിസ്തുവിരുദ്ധൻ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഈ സംഭവം കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം, ഇത് റഷ്യ ചെയ്തതാണെന്നതിന് ഉക്രൈന്റെ പക്കൽ കൃത്യമായ തെളിവുണ്ടോ എന്നതാണ്. കാരണം ഒരു മിസൈൽ വന്ന് വീഴുകയാണെങ്കിൽ ആ സ്ഥലത്തുണ്ടാകുന്ന ആഘാതം അത് എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ ഉണ്ടായ ആ തീപിടുത്തവും നാശനഷ്ടങ്ങളും പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ, ഡെബ്രിസ് വീണ് നാശനഷ്ടം ഉണ്ടായതായിരിക്കണം, അല്ലെങ്കിൽ ഡ്രോൺ തകർന്നു വീണതിനെ തുടർന്നുണ്ടായ ചെറിയ ചെറിയ സ്പോർട്സ് മൂലമായിരിക്കണം അവിടെ തീപിടുത്തം ഉണ്ടായത്. കാരണം അവിടെ ആ ഒരു തീപിടുത്തം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. വലിയൊരു തകർച്ചയോ വൻ കുഴികളോ മേൽക്കൂരയ്ക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകളോ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ നോക്കാം. റഷ്യയുടെ ഡ്രോണുകളാണ് ഈ നാശനഷ്ടം ഉണ്ടാക്കിയതെന്നാണ് ഉക്രൈൻ പറയുന്നത്. എന്നാൽ ഉക്രൈന്റെ പാട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ലക്ഷ്യം തെറ്റി അവിടെ വന്ന് പതിച്ചു എന്നാണ് റഷ്യയുടെ വാദം. ഈ രണ്ട് വാദങ്ങളും സത്യമാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ 99% അല്ലെങ്കിൽ ഒരു 100% നമുക്ക് പറയാം ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം റഷ്യയുടെ ഒരു ജെറാനിയം ഡ്രോൺ വന്ന് ഇടിച്ച് ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ആഘാതം ഉണ്ടാക്കിയാൽ കുറഞ്ഞത് 3 മുതൽ 4 അടി വരെ വീതിയുള്ള വലിയൊരു ആഘാതം, ഒരു ഇമ്പാക്ട് പോയിന്റ് അവിടെ രൂപപ്പെടും. കോൺക്രീറ്റ് ഇട്ട് നിർമ്മിച്ച ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് മുകളിലാണ് അത് വന്ന് ഇടിക്കുന്നതെങ്കിൽ പോലും ആ ഭാഗം തുളച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തക്കവണ്ണമുള്ള ഒരു പ്രഹരശേഷി അതിനുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അത്തരത്തിലുള്ള യാതൊരുവിധ വലിയ നാശനഷ്ടങ്ങളും കാണാനില്ല. അതുപോലെ റഷ്യ പറയുന്ന വാദം എടുത്തു നോക്കിയാൽ ഒരു പാട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈൽ താഴെ വീണ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതൊരു ഡ്രോൺ വീഴുന്നതിനേക്കാൾ വലിയ നാശനഷ്ടം ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒന്നും അവിടെ കാണാനും സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഉക്രൈൻ ഇത് ചൂണ്ടിക്കാണിച്ച് റഷ്യക്കെതിരെ വലിയൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയവും ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഉക്രൈൻ സ്വന്തം ഭാഗത്ത് നിന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു സർക്കാരും ഇത്രയും മോശമായൊരു തലത്തിലേക്ക് ഇറങ്ങില്ല. ഒരു പക്ഷേ തകർക്കപ്പെട്ട ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണതുകൊണ്ട് മാത്രമായിരിക്കാം അവിടെ ആ നാശനഷ്ടം ഉണ്ടായത്. അവിടെ നേരിട്ടൊരു ആക്രമണം നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് വിഷ്വൽസ് കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാം. ഇതേസമയം റഷ്യയുടെ ഭാഗത്ത് നിന്നും ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ആ വീഡിയോ ഞാൻ ആദ്യം കാണിക്കാം. അത് കണ്ടതിന് ശേഷം അതിന് പിന്നിൽ യഥാർത്ഥ സാഹചര്യവും ഞാൻ വ്യക്തമാക്കി പറയാം. നിങ്ങളിപ്പോ ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ ഉക്രൈനിൽ വന്ന് പതിക്കുന്നത് അത് വളരെ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളുടെ വിശ്വാസ്യത പരിശോധിച്ചപ്പോൾ പല പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഇത് കഴിഞ്ഞ ദിവസം, അതായത് ഇപ്പോഴത്തെ ഈ ശക്തമായ ആക്രമണത്തിനിടയിൽ കീവിൽ നിന്ന് തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. റഷ്യയുടെ കിൻസൽ ഹൈപ്പർസോണിക് മിസൈൽ താഴേക്ക് പതിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ഉക്രൈൻ പാട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈലുകൾ തൊടുത്തുവിടുന്നത് ഇതിൽ കാണാം. എന്നാൽ അങ്ങനെ തൊടുത്തുവിട്ട ഒരു പാട്രിയോട്ട് മിസൈലിന് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കാതെ ആകാശത്ത് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഉക്രൈനിലെ ഒരു ജനവാസ മേഖലയിൽ വന്ന് വീണ് പൊട്ടിത്തെറിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളിക്ക് നേരെ നടന്ന ആക്രമണവുമായി ഈ മിസൈലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. കാരണം അവിടെ വലിയൊരു മിസൈൽ പതിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. ചെറിയ തീപിടുത്തവും നിസ്സാരമായ കേടുപാടുകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജനവാസ മേഖലയിലാണ് ഈ പാട്രിയോട്ട് മിസൈൽ വീണിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വാർത്ത കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ 0 എന്ന് പറയേണ്ടി വരും. ആരും തന്നെ ഈ വശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനു മുൻപും ഉക്രൈന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലക്ഷ്യം തെറ്റി അയൽ രാജ്യങ്ങളായ നാറ്റോ വ്യോമാതിർത്തിയിൽ വരെ കടന്നിട്ടുണ്ട്, ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് S-300 മിസൈൽ നമുക്ക് പറയാം. ഇത്തരം പാട്രിയോട്ട് മിസൈലുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന സാധാരണക്കാരുടെ മരണങ്ങളും റഷ്യയുടെ മേലാണ് കെട്ടിവെക്കുന്നത്. ഇത് അവിടെ പതിവായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഉക്രൈൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ സ്വന്തം പാട്രിയോട്ട് മിസൈലുകൾക്ക് ലക്ഷ്യം തെറ്റുന്നു എന്നത് മാത്രമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം റഷ്യയുടെ ഇസ്കാന്ദർ മിസൈലുകളെ തടയാൻ ഉക്രൈൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നതാണ്.
റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ പറ്റുന്നില്ല എന്നത് ഒരു പരിധിവരെ മനസ്സിലാക്കാം. എന്നാൽ ഇസ്കാൻഡർ മിസൈലുകൾ ഇതിന് മുൻപ് പലതവണ ഉക്രൈൻ വിജയകരമായി തടഞ്ഞിട്ടുള്ളതാണ്. മുൻപൊക്കെ 10 ഇസ്കാൻഡർ മിസൈലുകൾ റഷ്യ തൊടുത്തുവിട്ടാൽ അതിൽ 7 മുതൽ 8 എണ്ണം വരെ ഉക്രൈൻ തകർക്കുമായിരുന്നു. എന്നാൽ റഷ്യ ഈ മിസൈലുകൾ നവീകരിക്കുകയും അവയുടെ അവസാന ഘട്ടത്തിലെ സഞ്ചാരപാതയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തതോടെ കാര്യങ്ങൾ അങ്ങ് മാറി. മിസൈൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ പ്രതിരോധ സംവിധാനങ്ങളെ വഴിതെറ്റിക്കാൻ ഫ്ലേസ് ഡീകോയ്സ് പുറപ്പെടുവിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ റഷ്യ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ അത്യാധുനിക പാട്രിയോട്ട് സംവിധാനങ്ങൾക്ക് പോലും ഈ ഇസ്കാൻഡർ മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെടുകയാണ്. ഇസ്കാൻഡറിന് മുന്നിൽ തന്നെ പരാജയപ്പെടുമ്പോൾ റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് മുന്നിൽ ഇവയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ തങ്ങൾ എല്ലാ മിസൈലുകളെയും തകർത്തു എന്നാണ് ഉക്രൈൻ ഇപ്പോഴും വാദിക്കുന്നത്. പക്ഷേ യുദ്ധകളത്തിൽ നിന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവരുടെ വാദങ്ങൾ എത്രത്തോളം പരസ്പര വിരുദ്ധമാണെന്നത് വ്യക്തമാകും. ചുരുക്കത്തിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സമീപകാലത്ത് കീവിന് നേരെ റഷ്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത്. റഷ്യയുടെ ഇപ്പോഴത്തെ ഈ ആക്രമണ ശൈലിയും മിസൈലുകളുടെ എണ്ണവും പരിശോധിച്ചാൽ അവർ മുൻപത്തെ പോലെ അന്താരാഷ്ട്ര നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ പാലിക്കുന്നതായി തോന്നുന്നില്ല. റഷ്യയുടെ ആക്രമണ ശൈലി പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. അതേസമയം ഉക്രൈനും തങ്ങളാൽ കഴിയുന്നത്ര രീതിയിൽ റഷ്യയെ അസ്വസ്ഥമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് റഷ്യയുടെ CFSO മേഖലയ്ക്ക് സമീപമുള്ള ഒരു കെമിക്കൽ ഇൻഡസ്ട്രിക്ക് നേരെയും റിഫൈനറിക്ക് നേരെയും ഉക്രൈൻ ശക്തമായ ആക്രമണം നടത്തിയത്. ഇങ്ങനെ ഉക്രൈനും റഷ്യയ്ക്കുള്ളിൽ കയറി പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇതിന് മറുപടിയായി റഷ്യയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് ഉക്രൈനെ താങ്ങാൻ കഴിയുന്നതിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ റഷ്യയുടെ ഈ തിരിച്ചടികളെ കുറിച്ച് മാത്രം വലിയ രീതിയിൽ വാർത്തകൾ നൽകുന്ന ഉക്രൈനിലെ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളോ ഇതിനു മുൻപ് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് റഷ്യ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയത് എന്ന കാര്യം മാത്രം ഈ സാഹചര്യത്തിൽ കവർ ചെയ്യുന്നതേ ഇല്ല. ഇപ്പോൾ പാട്രിയോട്ട് മിസൈലുകളുടെ പ്രതിരോധ നിരക്ക് ഇന്റർസെപ്ഷൻ റേഷ്യോ കുറയുന്നത് ഉക്രൈന് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ദിവസാവസാനം അവർക്ക് കൂടുതൽ പാട്രിയോട്ട് മിസൈലുകൾ ആവശ്യമായും വരും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഇതൊക്കെ എത്രത്തോളം ഉക്രൈൻ എത്തിച്ചു കൊടുക്കുമെന്നറിയില്ല. അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ അമേരിക്ക എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നും വ്യക്തമല്ല. അവർ ഉക്രൈനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പോവുകയാണോ, അതോ ഇപ്പോൾ ഇറാൻ അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുത്തതുപോലെ റഷ്യയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം ഞങ്ങൾ നീക്കിത്തരാം, നിങ്ങൾക്ക് വീണ്ടും യൂറോപ്യൻ വിപണി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഉക്രൈനെ മൊത്തത്തിൽ പിന്നിൽ നിന്ന് കുത്താൻ പോവുകയാണോ എന്നൊന്നും അറിയില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വരാൻ പോകുന്ന അടുത്ത ഒരു മാസം വളരെ നിർണായകമാണ്. ഇതിൽ ഒന്നുകിൽ ഉക്രൈൻ അവരുടെ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുമോ, അല്ലെങ്കിൽ റഷ്യ കൂടുതൽ ഉക്രൈൻ പ്രദേശങ്ങൾ കൈക്കലാക്കുമോ എന്ന് കണ്ടറിയാം. ഇതിൽ ആരുടെ കൈകളാണോ ഇപ്പോൾ മേൽക്കൈ നേടുന്നത്, അടുത്തതായി വരാൻ പോകുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ അവർ ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റിൽ പറയുക. ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ തിരഞ്ഞു നോക്കാവുന്നതാണ്. ആ പള്ളികൾക്ക് നേരെ ആക്രമണം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് തീപിടുത്തവും അതിനുശേഷമുള്ള ദൃശ്യങ്ങളും പരിശോധിച്ചാൽ അവിടെ ഒരു നേരിട്ടുള്ള മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ നടന്നതിന്റെ യാതൊരു തെളിവുമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറയുക. ഉക്രൈൻ മനഃപൂർവ്വം റഷ്യയെ കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആകാൻ ഇതിന് സാധ്യതയുണ്ടോ? കാരണം ഇതൊരു വലിയ വാർത്തയാണ്. ഇന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇതിനോട് പ്രതികരിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പല രാജ്യങ്ങളും ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഉക്രൈന് വലിയൊരു സഹതാപവും അനുകൂല തരംഗവും ഉണ്ടാക്കാൻ സഹായിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.